ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന സിനിമയുടെ കഥയാണ്. ഈ ഫ്രാഞ്ചൈസിയിലെ ഇതിനു മുമ്പ് ഇറങ്ങിയ 3 സിനിമകളുടെ എക്സ്പ്ലനേഷൻ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ സിനിമ ആരംഭിക്കുന്നത് സ്കൾ ഐലൻഡിലാണ്. സമയം രാവിലെയാണ്. കോങ് ഇപ്പോൾ അവന്റെ ഉറക്കമൊക്കെ എഴുന്നേറ്റതേ ഉള്ളൂ. ഉറക്കമൊക്കെ എഴുന്നേറ്റതിന് ശേഷം അവൻ നേരെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ഒന്ന് അടിപൊളിയായിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകണം. അതിനുവേണ്ടി ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് അവൻ പോകുന്നത്. അങ്ങനെ വേഗം തന്നെ അവൻ അവന്റെ മുഖമൊക്കെ കഴുകാൻ തുടങ്ങി. ഈ സമയം തന്നെ ജിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ കോങ്ങിന്റെ രൂപത്തിലുള്ള ഒരു ബൊമ്മയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കോങ് ആണെങ്കിൽ നേരെ ചെന്നിട്ട് അവിടെ നിന്നുള്ള ഒരു മരം പറിച്ചെടുക്കുന്നു. അതിനുശേഷം അതിന്റെ ചില്ലകളും വേരും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജിയയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ കോങ്ങിന്റെ ആ ബൊമ്മ അവന് നേരെ കാണിച്ചു കൊടുക്കുന്നു. അത് കാണുന്ന കോങ് ആണെങ്കിൽ കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം അവളെ നോക്കിയതിനു ശേഷം അവൻ വേഗം തന്നെ അവൻ പറിച്ചെടുത്ത ആ മരം എടുത്ത് മുകളിലേക്ക് എറിയുന്നു. അത് വളരെ വേഗത്തിൽ ആകാശത്തിലേക്കാണ് തുളച്ചു കയറുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ചില്ലെല്ലാം പൊട്ടി താഴേക്ക് വീഴുന്നുണ്ട്. അതൊക്കെ കണ്ട് ഉറക്കെ അലറിക്കൊണ്ട് നിൽക്കുകയാണ് അവനിപ്പം നിൽക്കുന്നത് സ്കൾ ഐലൻഡിലുള്ള മൊണാർക്കിന്റെ ഒരു ഔട്ട് പോസ്റ്റിലാണ്. കോങ്ങിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഒരു കണ്ടെയ്ൻമെന്റ് സിസ്റ്റം ആണത്. അതിനകത്താണ് അവനിപ്പോ ജീവിക്കുന്നത്. ഈ സമയം തന്നെ അവന്റെ ആ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് അവനെ നിരീക്ഷിക്കുന്ന ഒരു സയന്റിസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് ലെനെ ആൻഡ്രൂസ് എന്നാണ്. അവളാണ് മൊണാർക്കിലുള്ള ആളുകളിൽ ഈ കോങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അറിയുമ്പോൾ മൊണാർക്കിലെ മറ്റൊരു ജോലിക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അയാൾ ലെനയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവനെ ഇനി അധിക കാലം ഈ കണ്ടെയ്ൻമെന്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമോ? അവൻ ഇത് മൊത്തം നശിപ്പിക്കുമല്ലോ. നമുക്ക് ഇവനെ വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവനെ ഇവിടെ നിന്ന് മാറ്റാനൊന്നും സാധിക്കത്തില്ല. ഇവനെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഗോഡ്സില്ല ഇവന്റെ അടുത്തേക്ക് വരും. പിന്നീട് നടക്കാൻ പോകുന്നത് വളരെ വലിയൊരു യുദ്ധമാണ്. ഈ 2 ജീവികളെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ 2 പേരും ആൽഫ മോൺസ്റ്റേഴ്സ് ആണ്. ഇവർ 2 പേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരാൻ പാടില്ല. ഇവരുടെ ആദ്യകാലം മുതൽക്ക് തന്നെ ഇവർ 2 പേരും വളരെ വലിയ ശത്രുക്കളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവനെ ഇവിടെ നിന്ന് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്നൊക്കെയാണ് ലെനെ പറയുന്നത്. ഈ സമയത്താണ് ജിയ അങ്ങോട്ട് ഓടി വരുന്നത്. ഈ ജിയയുടെ വളർത്തമ്മയാണ് ഈ ലെനെ. അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. പക്ഷെ കോങ്ങുമായിട്ട് അവൾ കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. ഒരു ആംഗ്യ ഭാഷയിലാണ് അവർ തമ്മിൽ സംസാരിക്കാറുള്ളത്. ഈ ഒരു അവസരത്തിലും അവൾ കോങ്ങിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ലെനയോട് പറയുന്നത്. അതായത് അവൻ വളരെ ദേഷ്യത്തിലാണെന്നൊക്കെ. അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം, നീ ഇപ്പൊ റൂമിലേക്ക് പോകാൻ നോക്ക്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലെനെ വേഗം ജിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇനി കാണിക്കുന്നത് ബെർണി എന്ന് പറയുന്ന ഒരാളെയാണ്. അപ്പെക്സ് എന്ന് പറയുന്ന ചില ടെക്നോളജീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലെ എഞ്ചിനീയർ ആണ് അവൻ. അവനൊരു പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട്. ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള ചില കുറ്റങ്ങളാണ് അവൻ ആ പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കമ്പനി നിയമപരമല്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവൻ കണ്ടെത്തിയിരിക്കുന്നത്. അവരെന്താണ് ഉണ്ടാക്കുന്നതെങ്കിലും അതെല്ലാം മനുഷ്യരാശിക്ക് തന്നെ അപകടമുള്ളതാണ്. ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെയാണ് അവനിപ്പോ അവന്റെ പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ പോഡ്കാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവൻ നേരെ ആ അപ്പെക്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം നൈസായിട്ട് ഒരു റൂമിന്റെ അകത്ത് കയറി അവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവൻ അതിൽ നിന്ന് ഒരു കാര്യം കണ്ടെത്തുന്നുണ്ട്. അതായത് ആ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള 33ാമത്തെ നിലയിൽ നിന്നും എന്തോ ഒരു സാധനം ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ കാണിക്കുന്നത്. അവൻ അതൊക്കെ ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു അലാറം മുഴങ്ങുന്നത്. മാത്രമല്ല ഒരു അനൗൺസ്മെന്റും വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെയാണ് ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ബെർണി ആണെങ്കിൽ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവിടെ അലാറം മുഴങ്ങാനുള്ള കാരണം ഗോഡ്സില്ലയാണ്. അവൻ ആ കമ്പനിയിൽ നിന്നും എന്തോ ഒരു ഫ്രീക്വൻസി കിട്ടിയിട്ടുണ്ട്. അതിനെ തുറന്നിട്ടാണ് അവനിപ്പോൾ ആ കമ്പനിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ സമയം ബെർണി ആണെന്നുണ്ടെങ്കിൽ ആ 33ാമത്തെ നിലയെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് എത്തുമ്പോൾ അവിടെ 2 കാവൽക്കാർ നിൽക്കുന്നുണ്ട്. ബെർണി അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗോഡ്സില്ല പെട്ടെന്ന് ആ കമ്പനിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നത്. അതോടൊപ്പം അവിടെ മൊത്തം തകർന്നു വീഴുന്നുണ്ട്. അങ്ങനെ അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കഴിയുമ്പോൾ ആ താഴത്തെ നിലയിൽ എന്താണുള്ളത് എന്ന കാര്യം ബെർണിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബോൾ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണത്. പക്ഷെ അതെന്താണ് എന്ന കാര്യം ബെർണിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ നിന്നാണ് ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സൗണ്ട് കേട്ടിട്ടാണ് ഗോഡ്സില്ല അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഗോഡ്സില്ല പെട്ടെന്ന് തന്നെ ആ കമ്പനിക്ക് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ബിൽഡിംഗ് മൊത്തം കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ വാർത്തകളിൽ മൊത്തം ഈ ഗോഡ്സില്ലയുടെ അറ്റാക്കിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിയുടെ രക്ഷകനായിരുന്നവൻ ഇപ്പോൾ ഒരു കാരണവുമില്ലാതെയാണ് ആ അപ്പെക്സിന് നേരെ ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത്. എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അവനെ ഒതുക്കാൻ വേണ്ടി പുതിയ സജ്ജീകരണങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. ഇതൊന്നും കൂടാതെ ആ അപ്പെക്സ് എന്ന കമ്പനിയുടെ CEO ആയ വാൾട്ടറിന്റെ ഒരു പ്രസ് കോൺഫറൻസും
കൂടെ കാണിക്കുന്നുണ്ട്. അതിലയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര രക്ഷിച്ചു എന്ന് പറഞ്ഞാലും ഈ ഗോഡ്സില്ല എന്ന് പറയുന്നത് ഈ മനുഷ്യരാശിക്ക് ആപത്ത് തന്നെയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ അവനെ കൊന്നുകളഞ്ഞേ പറ്റൂ. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാൾട്ടർ പറയുന്നത്. ഈ ന്യൂസിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മാഡിസണും അവളുടെ സ്കൂളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം ബെർണിയുടെ പോഡ്കാസ്റ്റ് അവൾ കേൾക്കുന്നുണ്ട്. ഈ ബെർണിയുടെ ഒരു ഫാനും കൂടിയാണ് അവൾ. ആ പോഡ്കാസ്റ്റിൽ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോഡ്സില്ല അപ്പെക്സ് ആക്രമിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. അവൻ അങ്ങനെ യാദൃശികമായിട്ട് അങ്ങോട്ട് വന്നൊന്നുമല്ല. അവൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബെർണി ഇപ്പോൾ ആ പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷം അവൾ നേരെ ചെല്ലുന്നത് അവളുടെ അച്ഛനായ മാർക്കിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാൾ ഇപ്പോഴും ജോലി ചെയ്യുന്നത് മൊണാർക്കിൽ തന്നെയാണ്. ഗോഡ്സില്ലയെ കുറിച്ചിട്ടാണ് അവൾ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അയാൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നീ ഇപ്പോൾ അവന്റെ കാര്യമൊന്നും നോക്കാൻ നിൽക്കണ്ട, നീ പോയി പഠിക്കാൻ നോക്കുന്നും പറഞ്ഞിട്ട് അയാൾ അവളെ പറഞ്ഞു വിടാണ്. അങ്ങനെ സമയം രാത്രിയായി. ആ അപ്പെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളി ഉണ്ടല്ലോ, അയാളുടെ പേര് വാൾട്ടർ എന്നാണ്. അയാൾ ഇപ്പോ ഡോക്ടർ ലിൻഡ് എന്ന് പറയുന്ന ഒരാളെ കാണാൻ വന്നിരിക്കുകയാണ്. ഹോളോ എർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ കൺസെപ്റ്റ് ആയിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ താമസിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, അതിനകത്ത് മറ്റൊരു ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ നിന്നാണ് ഇപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ ടൈറ്റൻസും വന്നിരിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ അവറ്റകൾ ജീവിക്കുന്നത്. ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഈ ലിൻഡ് ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഈ കൺസെപ്റ്റ് സത്യമാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം സയന്റിസ്റ്റുകളെ ഭൂമിക്കടിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ലിൻഡിന്റെ ബ്രദർ ആയിരുന്നു അതിലൊരാൾ. പക്ഷെ അവരാരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോളോ എർത്തിന്റെ അകത്ത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവിടെ നേരെ നിൽക്കുന്ന ഒരാള് ഹോളോ എർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തല കുത്തനെയായിരിക്കും നിൽക്കുക. അങ്ങനെ ഒരു അവസ്ഥയാണ്. അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ആ സയന്റിസ്റ്റുകളെല്ലാം മരിച്ചു പോയത് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വാൾട്ടർ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു സാറ്റലൈറ്റ് വഴി അവർ ഈ ഹോളോ എർത്തിന്റെ ഒരു 3D ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നീല കളറുള്ള ഒരു തരത്തിലുള്ള എനർജി സോഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ഭൂമിക്ക് സൂര്യൻ എന്ന പോലെ ഹോളോ എർത്തിന് എനർജി കൊടുക്കുന്നത് ആ സ്രോതസ്സാണ്. ഗോഡ്സില്ലയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ആ സാമ്പിളുകളൊക്കെ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഹോളോ എർത്തിലുള്ള ആ എനർജിയുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ എനർജിയിൽ കുറച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചൊരു വെപ്പൺ ഉണ്ടാക്കിയിട്ട് ഗോഡ്സില്ലയെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും എന്നാണ് വാൾട്ടർ കണ്ടെത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അന്വേഷിക്കാനാണ് അയാൾ ഇപ്പോൾ ലിൻഡിനെ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ചുമ്മാ അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. അതിനുവേണ്ടി ഒരു വണ്ടിയൊക്കെ ഈ അപ്പെക്സ് എന്ന് പറയുന്ന കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹീവ് എന്നാണ് അതിനെ പറയുന്നത്. അതിലാണ് അവർ ഹോളോ എർത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാൾട്ടർ അത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ലിൻഡിന് ആ കാര്യത്തിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഹോളോ എർത്തിലേക്ക് പോകാനുള്ള ഒരു വഴി അവർ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു വഴി കണ്ടെത്താൻ വേണ്ടി ലിൻഡ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ടൈറ്റനെ ആ ഹോളോ എർത്തിന്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ വാസസ്ഥലമാണെന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും ആ ടൈറ്റൻ അതിന്റെ അകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിനെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ആ ഹോളോ എർത്തിലേക്ക് പ്രവേശിക്കാം എന്നൊരു ഐഡിയ ആണ് ലിൻഡ് പറഞ്ഞു കൊടുക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ് എന്ന് വാൾട്ടറിന് മനസ്സിലായി. അങ്ങനെ അവരുടെ വഴികാട്ടിയാവാൻ വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യുന്നത് കോങ്ങിനെയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ലിൻഡ് നേരെ പോകുന്നത് ലെനയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ലിൻഡും നേരത്തെ മൊണാർക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് ലെനയെ പരിചയമുണ്ട്. അവൻ കാര്യങ്ങളെല്ലാം അവളോട് പറയാൻ തുടങ്ങി. അതായത് ഞങ്ങൾ ഹോളോ എർത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങോട്ടുള്ളൊരു വഴികാട്ടിയായിട്ട് കോങ്ങിനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി നീ പെർമിഷൻ തരണം എന്നൊക്കെയാണ് ലിൻഡ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഹോളോ എർത്തിൽ എത്തിക്കും എന്നെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്നാണ് അവള് ചോദിക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവൻ അവന്റെ വീട് തിരിച്ചു കിട്ടും. മാത്രമല്ല നമ്മളുടെ എർത്ത് സേഫ് ആവുകയും ചെയ്യും. ഇതൊന്നും കൂടാതെ ആ ഗോഡ്സില്ലയെ നശിപ്പിക്കാനുള്ള എനർജി കൂടെ നമുക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ലിൻഡ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലെനെ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ കോങ്ങുമായിട്ട് അന്റാർട്ടിക്കയിലേക്കാണ് പോകുന്നത്. ഈ അന്റാർട്ടിക്കയിൽ അവർ ഒരു സ്ഥലം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് അവർക്ക് ഹോളോ എർത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ആ സ്പോട്ടിന്റെ മുന്നിലേക്കാണ് ഈ കോങ്ങിനെ അവർക്ക് എത്തിക്കേണ്ടത്. അതിനുവേണ്ടി കോങ്ങിനെ ഒരു വലിയ ഷിപ്പിൽ കടത്തിയിട്ടാണ് അവരിപ്പോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവനെ മൊത്തം ലോക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവനിപ്പോ ചെറിയൊരു സെഡേഷനിലാണ് കിടക്കുന്നത്. അവനെ മോണിറ്റർ ചെയ്തുകൊണ്ട് ലെന ആ ഷിപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ അവരുടെ സെക്യൂരിറ്റിക്കായിട്ട് വേറെയും ചില കപ്പലുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ലെനയെ കൂടാതെ വേറെയും കുറെ ആളുകളൊക്കെ അതിൽ പോകുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ നേരത്തെ കണ്ട ലിൻഡ്. പിന്നെ കോങ്ങിന്റെ സുഹൃത്തായ ജിയ. ഇതൊന്നും കൂടാതെ അപ്പെക്സ് എന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരാൾ കൂടെയുണ്ട്. അത് വാൾട്ടർ അല്ല, അയാളുടെ മകളായിട്ടുള്ള മായയാണ്. അപ്പെക്സിന് വേണ്ടിയിട്ട് ആ എനർജി സോഴ്സ് ഒക്കെ എടുക്കുന്നത് അവളായിരിക്കും. അവളിപ്പോ കോങ്ങിനെ നോക്കിക്കൊണ്ട് അവന്റെ
അവന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് ലിൻഡ് അങ്ങോട്ട് ചെന്നിട്ട് അവളെ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് അവർ വേഗം തന്നെ ഷിപ്പിന്റെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ സമയം രാത്രിയായി. അവരിപ്പോഴും അന്റാർട്ടിക്കയിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. കോങ്ങിനെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗോഡ്സില്ല ഉറപ്പായിട്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വരും എന്ന കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഗോഡ്സില്ല സാധാരണ സഞ്ചരിക്കാത്ത വഴികളിലൂടെയാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ ഗോഡ്സില്ല എങ്ങാനും വരുമോ എന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇതേ സമയം കോങ് ആണെന്നുണ്ടെങ്കിൽ അവനിരിക്കുന്ന ഭാഗത്ത് നിന്നും വല്ലാണ്ട് മുരണ്ടോണ്ടിരിക്കുകയാണ്. ആ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ ജിയ നേരെ ഇറങ്ങിയിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിരിക്കുന്നത് കാണുമ്പോൾ ലെനയ്ക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവളും വേഗം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ സമയം ജിയ ആണെന്നുണ്ടെങ്കിൽ കോങ്ങിനെ സമാധാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അവൾ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ അവനൊന്ന് സൈലന്റ് ആവുന്നുണ്ട്. ഈ സമയം ജിയ പതുക്കെ അവളുടെ വിരലെടുത്ത് അവന് നേരെ ചൂണ്ടുന്നു. അത് കാണുന്ന കോങ് ആണെങ്കിൽ അവന്റെ വിരൽ വെച്ചിട്ട് അവളുടെ ആ കുഞ്ഞു വിരലിലൊന്ന് തൊടുകയാണ്. ഇതെല്ലാം കണ്ട് വളരെ അത്ഭുതപ്പെട്ടിട്ടാണ് ലെന അവിടെ നിൽക്കുന്നത്. അവൾ വേഗം തന്നെ ജിയയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലാന്ന് നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെയാണ് ലെന ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ കോങ്ങിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവനോട് സംസാരിച്ചു. അവൻ ഒരുപാട് ദേഷ്യത്തിലാണ്, മാത്രമല്ല ശരിക്കും സങ്കടവും ഉണ്ട് എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. നമ്മൾ അവനെ സഹായിക്കാനല്ലേ ശ്രമിക്കുന്നത് എന്നാണ് ലെന ചോദിക്കുന്നത്. അത് ഞാൻ അവനോട് പറഞ്ഞു നോക്കി, പക്ഷെ നമ്മളെ അവൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ജിയ മറുപടി പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ജിയ കോങ്ങിനോട് സംസാരിച്ചു എന്നൊക്കെ അറിയുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. ഈ സമയം കോങ് ഓരോരോ ആംഗ്യം കാണിക്കാൻ തുടങ്ങി. എനിക്ക് എന്റെ വീട്ടിൽ പോണം എന്നാണ് അവനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ ലെനയ്ക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിയയും ലെനയും തമ്മിൽ ആംഗ്യഭാഷയിൽ സംസാരിച്ചൊക്കെ അവനും മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ജിയ അവനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരത്തിലാണ് അവൾ തിരിച്ചറിയുന്നത്. ഇതേ സമയം തന്നെ കോങ് ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നൊക്കെ ലിൻഡും കൂട്ടരും കാണുന്നുണ്ട്. കോങ് ആ കുട്ടിയോട് സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അവരും ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ മാഡിസൺ ആണെങ്കിൽ അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവന്റെ പേര് ജോഷ് എന്നാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെർണിയുടെ പോഡ്കാസ്റ്റ് കേട്ട് അവൾ ഇപ്പൊ ഭയങ്കര ആകാംക്ഷയിലാണ്. എന്തുകൊണ്ടായിരിക്കും ഗോഡ്സില്ല അങ്ങോട്ട് തിരിച്ചു വന്നത്? എന്തുകൊണ്ടാണ് അവൻ അപ്പെക്സ് എന്ന കമ്പനി തന്നെ അറ്റാക്ക് ചെയ്തത്? അതിനകത്ത് ഗോഡ്സില്ലയെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്താണ് ഉണ്ടാക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നാണ് അവളുടെ മനസ്സിലിപ്പോൾ. ആ കാര്യത്തിൽ അവരെ സഹായിക്കാൻ ബെർണിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബെർണി എവിടെയാണുള്ളത് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കുറെ തെരച്ചിലൊക്കെ നടത്തിയതിനു ശേഷം ബെർണി ഇപ്പോൾ അവരൊരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിനുശേഷം അവളുടെ ആവശ്യങ്ങളൊക്കെ അവൾ ബെർണിയുടെ അടുത്ത് പറയുന്നു. ബെർണിയും അവളെ പോലെ തന്നെ എന്താണ് അപ്പെക്സിനകത്ത് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവളെ സഹായിക്കാമെന്ന് സമ്മതിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഉടനെ തന്നെ അപ്പെക്സ് എന്ന കമ്പനിയിലേക്ക് അതിക്രമിച്ച് കയറാനാണ് അവരിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതേ സമയം തന്നെ ലെനയും ലിൻഡും തമ്മിൽ ആ ഷിപ്പിലിരുന്ന് സംസാരിക്കുകയാണ്. ആ ജിയയ്ക്ക് കോങ്ങുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ് ലിൻഡ് അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ലെനെ പറയാൻ തുടങ്ങി. ഈ ജിയയുടെ കുടുംബം താമസിച്ചിരുന്നത് ആ സ്കൾ ഐലൻഡിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയത്. അതിനെ തുടർന്നിട്ട് അവളുടെ ഒരു പ്രൊട്ടക്ഷൻ ആ കോങ് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് അവൾ എന്റെ കയ്യിൽ വന്ന് പെട്ടത്. അതിനുശേഷം അവളുടെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവളിപ്പോ അവനോട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്തായാലും ജിയയെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. നമ്മൾ അന്റാർട്ടിക്കയിൽ ചെന്നിട്ട് അവനോട് ആ ഹോളോ എർത്തിന്റെ അകത്തേക്ക് പോകാൻ പറയുമ്പോൾ അവൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ അതിന്റെ അകത്തേക്ക് പറഞ്ഞയക്കാൻ ഈ ജിയയെ കൊണ്ട് സാധിക്കും എന്നൊക്കെയാണ് ലിൻഡ് പറയുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കപ്പലിനൊരു കുലുക്കം സംഭവിക്കുന്നത്. അത് ആ കോങ് അവിടെ കിടന്ന് ഇടിക്കുന്നോണ്ടാണ്. അവന്റെ സിഗ്നല് കിട്ടിയിട്ട് ആ ഗോഡ്സിൽ അങ്ങോട്ട് വരുന്നുണ്ട്. കോങ്ങിനത് മനസ്സിലായി. പക്ഷെ അവനെ ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് അവനിപ്പോ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗോഡ്സില്ല വളരെ വേഗത്തിൽ കോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഗോഡ്സില്ലയുടെ ഒരു കിടിലൻ അറ്റാക്കാണ്. കോങ്ങിനെ ലോക്ക് ചെയ്തിരിക്കുന്ന കാരണം അവൻ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ വെള്ളത്തിന്റെ അടിയിൽ കിടന്നിട്ട് ഗോഡ്സില്ലയുമായിട്ട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ലിൻഡ് വേഗം നീന്തി ചെന്നിട്ട് കോങ്ങിന്റെ ദേഹത്തുള്ള ലോക്കൊക്കെ റിലീസ് ചെയ്യുന്നു. ഇപ്പൊ കോങ് ഫ്രീ ആയി. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ മുഴുവൻ ശക്തിയും എടുത്തിട്ട് ആ ഗോഡ്സില്ലയോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു ഗംഭീര ഫൈറ്റാണിത്.
അങ്ങനെ ആ ഫൈറ്റിന്റെ അവസാനം ഗോഡ്സില്ല കോങ്ങിനെ ഇടിച്ചു വീഴ്ത്താണ്. അവനാണെങ്കിൽ ഇപ്പോൾ അനങ്ങാൻ പോലും പറ്റാതെ അവിടെ തന്നെ കിടക്കുകയാണ്. പക്ഷെ ഗോഡ്സില്ല തിരിച്ചു പോകുന്നില്ല. അവൻ വീണ്ടും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ലിൻഡിനും കൂട്ടർക്കും ഒരു കാര്യം മനസ്സിലായി. എല്ലാവരും അവന്റെ മുന്നിൽ തോൽവി സമ്മതിച്ചെങ്കിൽ മാത്രമേ അവൻ ഈ അറ്റാക്ക് ചെയ്യുന്നൊക്കെ നിർത്തിയിട്ട് തിരിച്ചു പോവുള്ളൂ. ആ പട്ടാളക്കാർ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ ഇപ്പോഴും ആക്രമിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മുന്നിൽ തോറ്റതായിട്ട് അഭിനയിക്കാം എന്നാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി അവരവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഓഫ് ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം സൈലന്റ് ആയത് കാണുമ്പോൾ ഗോഡ്സില്ലയാണെങ്കിൽ വേഗം തന്നെ തിരിച്ചു പോവാണ്. ഇതേ സമയം തന്നെ മാഡിസണും കൂട്ടരും കൂടെ ഇപ്പൊ അപ്പെക്സ് എന്ന് പറയുന്ന ആ കമ്പനിക്ക് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആദ്യം അവർ ചെല്ലുന്നത് ബെർണി നേരത്തെ ഒരു സാധനം കണ്ടിട്ടില്ലായിരുന്നു, അതിന്റെ അകത്തേക്കാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ബോൾ പോലെ ഇരിക്കുന്ന സാധനം അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അടുത്തതായിട്ട് നേരെ ചെല്ലുന്നത് ആ സബ് ലെവലിലെ 33ാമത്തെ നിലയിലേക്കാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് 1-2 ട്രാൻസ്പോർട്ടേഷൻ പോഡുകളാണ്. പക്ഷെ അതെന്താണ് സംഭവം എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അവിടേക്ക് കുറച്ച് ആളുകൾ വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ അവിടെയുള്ള ഒരു പോഡിന്റെ അകത്തേക്ക് കയറുന്നു. ആ പോഡിന്റെ അകത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിനകത്തുണ്ടായിരുന്നത് ആ സ്കൾ ക്രോളേഴ്സിന്റെ മുട്ടകളാണ്. അതാണ് അവരിപ്പോ ഹോങ്കോങ്ങിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എന്തിനാണ് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവരതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും ആ പോഡിന്റെ ഡോർ അടയുന്നു. അതിനുശേഷം ആ പോഡ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. അങ്ങനെ ആ പോഡ് നേരെ ചെല്ലുന്നത് അതിന് മാത്രം സഞ്ചരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ടണലിന്റെ അകത്തേക്കാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് ഹോങ്കോങ്ങിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. ഇതേ സമയം ലെനയും കൂട്ടരും കോങ്ങിനെയും കൊണ്ട് നേരെ അന്റാർട്ടിക്കയിൽ എത്തിയിട്ടുണ്ട്. ഗോഡ്സില്ലയെ പേടിച്ച് അവരിപ്പോ കടല് വഴിയല്ല വന്നിരിക്കുന്നത്. അതിന് പകരമായിട്ട് കുറെ ഹെലികോപ്റ്ററുകൾ കൂടി ചേർന്ന് അവനെ ഒരു നെറ്റിൽ കടത്തി അവനെ തൂക്കിയെടുത്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അന്റാർട്ടിക്കയിൽ അവർക്ക് എത്തേണ്ട സ്ഥലത്തെത്തുമ്പോൾ അവരവനെ താഴേക്ക് ഇറക്കുന്നു. ഇപ്പോൾ അവൻ നിൽക്കുന്നത് ഹോളോ എർത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ട ആ ടണലിന്റെ അടുത്തായിട്ടാണ്. പക്ഷെ അവൻ അതിന്റെ അകത്തേക്ക് പോകുന്നില്ല. അവൻ അവിടെ നിന്ന് തിരിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവന് നല്ല രീതിയിൽ തണുക്കുന്നുമുണ്ട്. അത് കാണുമ്പോൾ അവരെല്ലാവരും നിരാശയിൽ നിൽക്കുകയാണ്. അവൻ എങ്ങാനും അതിന്റെ അകത്തേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുപോകാൻ അവർക്കൊരു നിവൃത്തിയുമില്ല. മാത്രമല്ല കുറെ സമയം അവൻ ആ മഞ്ഞിൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ മരവിച്ച് മരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവൻ ആ ഹോളോ എർത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ലിൻഡ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്ന കാര്യം ലെനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ നേരെ ജിയയുടെ അടുത്താണ് ചെന്ന് കാര്യങ്ങൾ പറയുന്നത്. എങ്ങനെയെങ്കിലും നീ അവനെ പറഞ്ഞ് ആ ഹോളോ എർത്തിന്റെ അകത്തേക്ക് അയക്കണം എന്നാണ് ലെനെ ജിയോട് പറയുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം ജിയ കോങ്ങിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വീട് ആ തുരങ്കത്തിന്റെ അകത്താണ്, നിന്റെ ഫാമിലി മൊത്തം അവിടെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നീ ഉടനെ തന്നെ അതിന്റെ അകത്തേക്ക് പോകണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ കോങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ടണലിന്റെ അകത്തേക്ക് ഓടാൻ തുടങ്ങി. അവൻ അങ്ങോട്ട് പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. അവർ വേഗം തന്നെ ഹീവ് എന്ന് പറയുന്ന അവരുടെ ആ വാഹനമൊക്കെ റെഡിയാക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ കോങ്ങിനെയും ഫോളോ ചെയ്തുകൊണ്ട് ആ ടണലിന്റെ അകത്തുകൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ കോങ് ആണെങ്കിൽ അവിടെയുള്ള ഓരോ സ്ഥലങ്ങളിലും പിടിച്ച് ചാടി ചാടി അതിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം 3 പോഡുകളിലായിട്ട് അവനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ പോയി മുന്നിലെത്തി കഴിയുമ്പോൾ അവൻ മറ്റൊരു തുരങ്കത്തിന്റെ അകത്തേക്കാണ് വീണു പോകുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി കഴിയുമ്പോൾ അവൻ വേഗം തന്നെ ആ ഹോളോ എർത്തിന്റെ ഉള്ളിലേക്കുള്ള ഒരു പോർട്ടലിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവൻ പ്രവേശിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിയുള്ളവരും അതിനകത്തേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. അവിടെ മുതൽ അങ്ങോട്ട് ആ ആന്റി ഗ്രാവിറ്റി സ്റ്റാർട്ട് ആവാണ്. ഭൂമിയിലുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ കോങ് വളരെ വേഗത്തിൽ ഭൂമിക്കുള്ളിലെ മറ്റൊരു ഭൂമിയിലേക്ക് വന്ന് വീഴാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ അവൻ ചെന്ന് വീഴുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ്. വളരെ കഷ്ടപ്പെട്ട് അവൻ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ്. ഇതേ സമയം തന്നെ ആ ഹീവുകളും അങ്ങോട്ട് വന്ന് വീഴുന്നുണ്ട്. ഈ സമയം അവരെല്ലാവരും ആ വണ്ടിക്കകത്തുള്ള ആന്റി ഗ്രാവിറ്റിയുടെ സെറ്റിംഗ്സ് ഒക്കെ ഓണാക്കുകയാണ്. അങ്ങനെ അതെല്ലാം ഓണാക്കി കഴിയുമ്പോൾ അവർക്കിപ്പോ സാധാരണ ഭൂമിയിൽ പറക്കുന്ന പോലെ തന്നെ പറക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സമയം കോങ് ആണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന അവരും അവനെ ഫോളോ ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ ഭൂമിക്കുള്ളിൽ വിചിത്രമായിട്ടുള്ള പല ജീവികളും ഉണ്ട്. അവരെല്ലാവരും വന്നിട്ട് ആ പോഡിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം വരുന്നത് വലിയൊരു പക്ഷി പോലത്തെ ഒരു ജീവിയാണ്. അത് വന്ന ഉടനെ തന്നെ ഒരു പോഡിനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു പോഡിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴാണ് പെട്ടെന്ന് കോങ് അങ്ങോട്ട് വന്നിട്ട് ആ ജീവിയെ പിടിക്കുന്നത്. അതിനുശേഷം അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ജീവി കൂടെ അങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. അത് വന്ന ഉടനെ തന്നെ കോങ്ങിനെ പിടിച്ചിട്ട് അതിനെ ചുറ്റി വരികയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അതിനെ പിടിച്ച് മാറ്റാൻ സാധിക്കുന്നില്ല. ഈ സമയം ആ ഹീവിലുള്ള ആൾക്കാരൊക്കെ ആ ജീവിക്ക് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അതെല്ലാം അതിന്റെ ദേഹത്ത് വന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ ആ ജീവി ഒന്ന് ലൂസ് ആവുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ കോങ് ആ ജീവിയെ പിടിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ജീവിയെ 2 കഷ്ണമായിട്ട് മുറിക്കുന്നു. അതിനുശേഷം വേഗം തന്നെ അതിന്റെ ശരീരഭാഗങ്ങളെല്ലാം തിന്നു കളയുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. ബാക്കിയുള്ളവരാണെങ്കിൽ അവനെ ഫോളോ ചെയ്തിട്ട് അവന്റെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. അങ്ങനെ കോങ് എത്തിച്ചേരുന്നത് ഒരു
വലിയ മലയുടെ മുകളിലാണ്. അവൻ നോക്കുമ്പോൾ ആ മലയുടെ മുകളിലായിട്ട് കുറെ നീല കല്ലുകൾ വായുവിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. മാത്രമല്ല അവൻ നിൽക്കുന്ന ആ മലയുടെ നേരെ മുകളിലായിട്ട് മറ്റൊരു മല കുത്തനെ നിൽക്കുന്നുണ്ട്. അവൻ പതുക്കെ അതിലൊരു കല്ലിൽ ടച്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ കല്ലെല്ലാം നീങ്ങി ചെന്നിട്ട് അതിന്റെ മുകളിലുള്ള മലയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അത് കാണുന്ന കോങ് ആണെങ്കിൽ പതുക്കെ മുകളിലേക്ക് ചാടാൻ തുടങ്ങി. അങ്ങനെ അവൻ പതുക്കെ പതുക്കെ ഫ്ലോട്ട് ചെയ്തിട്ട് മുകളിലുള്ള മലയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു വലിയ കൈയിലാണ് പിടിക്കുന്നത്. അങ്ങനെ അവനിപ്പോ ആ മലയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം അവൻ അവിടേക്കൊന്ന് നോക്കി വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ മാഡിസണും കൂട്ടരും ഇപ്പോൾ ആ പോഡ് വഴി ഹോങ്കോങ്ങിൽ എത്തിയിട്ടുണ്ട്. ഹോങ്കോങ്ങിലുള്ള അപ്പെക്സിന്റെ മറ്റൊരു ബിൽഡിങ്ങിലേക്കാണ് അത് ചെന്നിരിക്കുന്നത്. അതിനുശേഷം ആ പോഡെല്ലാം തുറന്നിട്ട് അവർ നേരെ ഒരു വലിയ ഹാളിന്റെ അകത്തേക്കാണ് ഇറങ്ങുന്നത്. പക്ഷെ അവിടെ ഇരുട്ടായത് കാരണം അവിടെ എന്താണുള്ളത് എന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. മാഡിസൺ നോക്കുമ്പോൾ അവിടെ താഴെയായിട്ട് ഏതോ ഒരു ജീവിയൊക്കെ ചത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അതും എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് അതിനകത്തൊരു അനൗൺസ്മെന്റ് വരുന്നത്. ഉടനെ തന്നെ ടെസ്റ്റ് ആരംഭിക്കാൻ പോവാണ് എന്നൊക്കെയാണ് ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. ഈ സമയം അപ്പെക്സിന്റെ സിഇഒ ആയ വാൾട്ടറും അവിടെയുള്ള റൂമിന്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അയാളാണ് ആ ടെസ്റ്റിന് മേൽനോട്ടം വഹിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും നോക്കി നിൽക്കെ ഒരു വലിയ സാധനം ആ റൂമിന്റെ അകത്തേക്ക് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അതൊരു റോബോട്ടിക് ഗോഡ്സില്ല ആയിരുന്നു. അവനിങ്ങനെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റോണ്ടിരിക്കുകയാണ്. ഇവനെ പറയുന്നത് മെക്ക ഗോഡ്സില എന്നാണ്. ഒരു റൂമിന്റെ അകത്ത് ഒരു കമ്പ്യൂട്ടർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തിരുന്ന് ഒരു മനുഷ്യനാണ് ഈ മെക്ക ഗോഡ്സിലയെ കൺട്രോൾ ചെയ്യുന്നത്. ഇവന്റെ പേര് സെറിസോവ എന്നാണ്. നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ട ഒരു സെറിസോവ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ മകനാണിത്. ഇവൻ അപ്പെക്സിലാണ് ജോലി ചെയ്യുന്നത്. ഇനി ഇവര് നടത്തുന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കുറെ സ്കൾ ക്രോളേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭീമൻ പല്ലിയെ വെച്ചിട്ട് ഈ ഗോഡ്സിലെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് എടുക്കുകയാണ് അവർ. അതിനുവേണ്ടി അവർ പെട്ടെന്ന് തന്നെ ഒരു സ്കൾ ക്രോളറിനെ തുറന്നു വിടുന്നു. അത് കണ്ട ഉടനെ തന്നെ മാഡിസണും കൂട്ടനും വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ വലിയ പല്ലി വന്ന ഉടനെ തന്നെ ഗോഡ്സിലയുമായിട്ടുള്ള ഫൈറ്റ് ആരംഭിച്ചു. ഗോഡ്സിലയാണെങ്കിൽ അതിന്റെ രണ്ട് കൈയിലും തൂക്കിയെടുത്തിരിക്കുകയാണ്. അതിനുശേഷം വളരെ ശക്തമായിട്ട് അതിന്റെ ദേഹത്തേക്ക് ഫയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ പല്ലി നെടുവെ മുറിഞ്ഞു പോവാണ്. പക്ഷെ ആ ഒരൊറ്റ ഫയറിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ആ മെക്ക ഗോഡ്സിലയുടെ മുഴുവൻ ചാർജും തീർന്നു പോവാണ്. അതൊക്കെ കണ്ട് സെറിസോവയാണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. ഈ സമയം വാൾട്ടർ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് ഇങ്ങനെ നിരാശപ്പെടുന്നത്? നമ്മൾ കുറെ ആയില്ലേ ഈ ടെസ്റ്റ് നടത്തുന്നത്. മാത്രമല്ല നമുക്കറിയാം അവൻ ആകെ ഒരൊറ്റ തവണ ഫയർ ചെയ്യാനുള്ള ചാർജേ ഉണ്ടാവത്തുള്ളൂ എന്ന്. ഇവന്റെ ചാർജിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ടീം ഇപ്പോൾ ഹോൾ എർത്തിലേക്ക് പോയിരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇവന്റെ ചാർജ് ഒരിക്കലും തീരാത്ത രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം എന്നൊക്കെയാണ് അയാളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് മാഡിസണും കൂട്ടരും. അതിൽ നിന്ന് അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ ഗോഡ്സില്ല വെറുതെ അല്ല അപ്പെക്സിന്റെ ആ ബിൽഡിംഗ് അറ്റാക്ക് ചെയ്തത്. അവന്റെ അധികാരം ഇവർ പിടിച്ചെടുക്കാൻ നോക്കുകയാണ് എന്ന കാര്യം അവന് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് അന്ന് അവൻ അവിടെ അറ്റാക്ക് ചെയ്തത് എന്നൊക്കെയാണ് മാഡിസൺ പറയുന്നത്. ഈ സമയം ആ മെക്ക ഗോഡ്സിലയുടെ ഒരു കണ്ണിൽ നിന്നും ഒരു തരത്തിലുള്ള ഫ്രീക്വൻസി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കണ്ണാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ ബെർണി ആ റൂമിന്റെ അകത്ത് കണ്ടത്. അതിൽ നിന്നുള്ള ആ ഫ്രീക്വൻസി ട്രാക്ക് ചെയ്തിട്ടായിരുന്നു അന്ന് ഗോഡ്സില്ല അപ്പെക്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ആ കണ്ണിൽ നിന്നും ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ വളരെ പെട്ടെന്ന് ഗോഡ്സില്ല കടലിൽ നിന്ന് അങ്ങോട്ട് നീന്തി വരാൻ തുടങ്ങി. ഇതേ സമയം തന്നെ കോങ് ആണെങ്കിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നടന്ന് മുന്നിലെത്തുമ്പോൾ അവനൊരു വലിയ കോട്ട കാണുന്നുണ്ട്. അതിന്റെ അടുത്തേക്കാണ് അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനെ ഫോളോ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ആ കോട്ടയ്ക്ക് മുന്നിലായിട്ട് ഒരു കൈപ്പത്തിയുടെ അടയാളം കാണുന്നുണ്ട്. അവൻ വേഗം തന്നെ ആ കോട്ടവാതിൽ ശക്തിയായിട്ട് തള്ളി തുറക്കുന്നു. അതൊരു സാമ്രാജ്യം തന്നെയായിരുന്നു. ഈ കോട്ടയ്ക്കകത്താണ് അവന്റെ പൂർവികരുണ്ടായിരുന്നത്. അവൻ വേഗം തന്നെ അതിന്റെ അകത്തേക്ക് കയറി അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവൻ അവിടുത്തെ പടികൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മഴു കാണുന്നുണ്ട്. എന്തോ ഒരു സാധനത്തിനെ വെട്ടിക്കൊന്ന രീതിയിലാണ് ആ മഴു അവിടെ കിടക്കുന്നത്. അവൻ വേഗം മഴു കയ്യിലെടുക്കുന്നു. അതിനുശേഷം അതും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ രണ്ട് ഹീവുകളും ആ കോട്ടയ്ക്കകത്തേക്ക് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് ആ കോട്ടയ്ക്കകത്ത് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കോങ് ആണെങ്കിൽ അവിടെയുള്ള ആ സിംഹാസനത്തിൽ ആ മഴവും പിടിച്ചുകൊണ്ട് ഞെളിഞ്ഞിരിക്കുകയാണ്. അവന്റെ ആ ഗാംഭീര്യമൊക്കെ കണ്ടിട്ട് വളരെ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം തന്നെ മാഡിസണും കൂട്ടരും നേരെ ചെന്ന് കയറുന്നത് ആ മെക്ക ഗോറിലയെ കൺട്രോൾ ചെയ്ത ആ റൂമിന്റെ അകത്തേക്കാണ്. അതിനകത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ ഇരിക്കുന്നത് ഒരു തലയോട്ടിയാണ്. അത് ഗിഡോറയുടെ തലയോട്ടിയാണ്. ഈ ഗിഡോറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം നശിച്ചു പോയാലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് വളർന്നു വരും. അതിന്റെ DNA അതുപോലെ തന്നെയാണ്. ഇവിടെ ഇവരിപ്പോ ചെയ്തിരിക്കുന്നത് ആ ജീവിയുടെ DNAയിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് സ്വയം ചിന്തിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അത് വെച്ചിട്ടാണ് അവർ ആ മെക്ക ഗൊറിലയെ കൺട്രോൾ ചെയ്യുന്നത്. അവർ നോക്കുമ്പോൾ അതിനകത്ത് ആ സെറിസോവ ഇരിക്കുന്നുണ്ട്. അയാളിപ്പോ ഒരു ചെറിയ മയക്കം പോലെയുള്ള അവസ്ഥയിലാണ്. അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ആ മെക്ക ഗൊറില ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാഡിസണും കൂട്ടർക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഗോഡ്സില്ല വളരെ വേഗത്തിൽ ആ അപ്പെക്സിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ആദ്യം തന്നെ അവിടെയുള്ള ഒരു പാലം മൊത്തം തകർത്ത് കളയുന്നുണ്ട്. അതിനുശേഷം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നടന്ന് അവനിപ്പോ സിറ്റിയുടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആളുകളെല്ലാം അവന്റെ ആ വരവൊക്കെ കണ്ടിട്ട് പേടിച്ചോടുന്നുണ്ട്.
അവനാണെങ്കിൽ ആ അപ്പെക്സിന്റെ ബിൽഡിംഗിൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ആ കോട്ടയ്ക്കകത്തു നിന്നും ആ എനർജി സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മായയും കൂട്ടരും. പക്ഷെ അത് അവർക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് കോങ്ങിന്റെ കയ്യിലിരിക്കുന്ന മഴുവിൽ ഒരു നീല വെളിച്ചം വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. കുറച്ച് മുന്നിലെത്തുമ്പോൾ ആ മഴു വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അവന് കാണുന്നുണ്ട്. അവൻ വേഗം തന്നെ ആ മഴു എടുത്തിട്ട് ആ സ്പോട്ടിലേക്ക് വെക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ മൊത്തം ആ നീല കളർ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അതിപ്പോൾ അവന്റെ ആ സിംഹാസനത്തിന് ചുറ്റും വട്ടത്തിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലം അതിന്റെ കോറിൽ നിന്നും ആ എനർജി വലിച്ചെടുത്തിട്ട് അത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം തന്നെ ഗോഡ്സില്ലയാണെങ്കിൽ സിറ്റിയിൽ തന്നെയാണ്. ആ ഹോളോ എർത്തിൽ ആ എനർജി ഒക്കെ പുറത്തേക്ക് വരുന്നത് ഗോഡ്സില്ലയ്ക്ക് മുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. അതിനുശേഷം വളരെ ശക്തിയായിട്ട് താഴേക്ക് ഫയർ ചെയ്യാണ്. അതിൽപ്പെട്ട് ഭൂമിയുടെ ആ ഭാഗം മൊത്തം കുഴിഞ്ഞ് താഴേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം തന്നെ മായയാണെങ്കിൽ അവളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ ആ എനർജി സോഴ്സ് കണ്ടെത്തിയല്ലോ, അതിനി ഉടനെ തന്നെ അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അവർക്ക് അവിടെ വെച്ചിട്ട് ആ എനർജി എല്ലാം അപ്പെക്സിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടി ഒരു ഞെണ്ടിനെ പോലുള്ള ഒരു സാധനം അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ ആ എനർജി സോഴ്സ് എടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ലെനെ അവരെ തടയാണ്. നീ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കാത്ത അത്ര പവറുള്ള ഒരു എനർജിയാണത്. അതങ്ങനെ ചുമ്മാ തുളച്ചെടുത്തോണ്ട് പോകാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? നിന്റെ ജോലി ഈ കോങ്ങിനെ നയിക്കുക എന്നുള്ളതാണ്. ഈ എനർജി സോഴ്സ് കണ്ടെത്തിയോണ്ട് തന്നെ ഈ കോട്ട ഇപ്പോൾ അപ്പെക്സിന്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിന്നും ആവശ്യമുള്ളത്ര എനർജി ഞങ്ങൾ എടുക്കും. എന്റെ അച്ഛന്റെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ ഡിവൈസ് ആണെങ്കിൽ അവർക്ക് വേണ്ട ആ എനർജി മൊത്തം അവിടെ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അപ്പെക്സിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സെറിസോവയ്ക്ക് അത് അയാളുടെ കമ്പ്യൂട്ടറിൽ കാണാനും പറ്റുന്നുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് അയാൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലെനയാണെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ മായയുടെ നിർദ്ദേശപ്രകാരം അവളുടെ കൂടെ വന്ന ആളുകളെല്ലാം അവർക്ക് നേരെ തോക്ക് ചൂണ്ടാൻ തുടങ്ങി. ആ ജിയയുടെ നേർക്ക് തോക്ക് ചൂണ്ടിയത് കാണുമ്പോൾ കോങ്ങിനത് സഹിക്കുന്നില്ല. അവൻ അവരെ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ കോട്ട മൊത്തം കുലുങ്ങുന്നത്. അതിനകത്ത് കുറെ വവ്വാല് പോലത്തെ ജീവികളുണ്ട്. അവറ്റകളെല്ലാം കൂട്ടത്തോടെ പറന്നു പോകാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്സിലെ മുകളിൽ നിന്ന് ഫയർ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഫലമായിട്ടാണ് ആ കോട്ട മൊത്തം ഇപ്പൊ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ട എനർജി ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ മായയും കൂട്ടരും വേഗം തന്നെ അവരുടെ ആ ഹീവിന്റെ അകത്തേക്ക് കയറുന്നു. ഇതേ സമയം തന്നെ ആ എനർജി മൊത്തം സെറിസോവ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ വാൾട്ടർ സംസാരിക്കാൻ തുടങ്ങി. ഇനി എന്തിനാണ് കാത്തു നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ആ എനർജി വെച്ചിട്ട് നമ്മുടെ മെക്കാ ഗോഡ്സിലെ ഓൺ ചെയ്യൂ എന്നാണ് വാൾട്ടർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അരുത് സാർ, ഇപ്പോൾ നമ്മൾ തിടുക്കം കാണിക്കരുത്. ഈ എനർജി എങ്ങനെ ആ മെക്കാ ഗോഡ്സിലെ ബാധിക്കും എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഗോഡ്സിലയിൽ ഈ എനർജി പരീക്ഷിച്ചാൽ മതി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. ഉടനെ തന്നെ ആ ഗോഡ്സിലെ ഓൺ ആക്കണം എന്നാണ് അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ആ കോട്ടയ്ക്കകത്ത് ആ വവ്വാലുകൾ പോലുള്ള ജീവികളൊക്കെ അവരെ ആക്രമിക്കുന്നുണ്ട്. അതിലൊരു ജീവി മായയുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊന്നിട്ടുണ്ട്. അത് അയാളെയും കൊണ്ട് പറന്നു പോകാൻ തുടങ്ങി. മറ്റൊരു ജീവിയാണെങ്കിൽ ലെനയും കൂട്ടരെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പെട്ടെന്നാണ് ഗോഡ്സില്ലയുടെ ആ എനർജി അങ്ങോട്ട് വരുന്നത്. അതിൽപ്പെട്ട് ആ ജീവി അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഗോഡ്സില്ല മുകളിൽ നിന്ന് ഫയർ ചെയ്തിട്ട് ഹോളോ എർത്തിലേക്ക് ഡയറക്റ്റ് ഒരു തുരങ്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് കാണുന്ന കോങ് ആണെങ്കിൽ വേഗം ചെന്ന് അതിലേക്ക് നോക്കുന്നു. അവനെ കാണുമ്പോൾ ഗോഡ്സില്ല ആണെങ്കിൽ ഉറക്കെ അലറാൻ തുടങ്ങി. അത് കാണുന്ന കോങ്ങും വിട്ടുകൊടുക്കുന്നില്ല. അവന് ഉച്ചത്തിൽ അലറിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം മായയും കൂട്ടരും അവരുടെ ആ ഹീവിന്റെ അകത്ത് നിന്നും കോങ്ങിനെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന കോങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവര് സഞ്ചരിക്കുന്ന ആ ഹീവ് കയ്യിൽ പിടിക്കുന്നു. അതിനുശേഷം അതിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. അതിനകത്ത് ആ മായയും കൂട്ടരാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ വേഗം തന്നെ ആ ഹീവ് പിടിച്ച് ഞെരിച്ചു കളയുന്നു. അതോടൊപ്പം തന്നെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അത് നശിപ്പിച്ച് താഴേക്ക് ഇടുമ്പോഴേക്കും ലെനയും കൂട്ടരും അവരുടെ ഹീവിന്റെ അകത്തേക്കാണ് കയറുന്നത്. ഈ സമയം കോങ് നേരെ ചെല്ലുന്നത് അവന്റെ ആ മഴു എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എടുത്തതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ ആ തുരങ്കത്തിനകത്തേക്ക് ചാടുന്നു. അത് കാണുന്ന ലെനയും കൂട്ടരും വേഗം തന്നെ അവനെയും ഫോളോ ചെയ്ത് ആ തുരങ്കത്തിലൂടെ പോകാൻ തുടങ്ങി. ഈ സമയം മാഡിസനും കൂട്ടരും ഇപ്പോഴും അപ്പെക്സിന്റെ അകത്ത് തന്നെയാണ്. അവരവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്പെക്സിലെ സെക്യൂരിറ്റീസ് എല്ലാം അങ്ങോട്ട് വന്ന് അവരെ പിടിക്കുകയാണ്. അങ്ങനെ കോങ് വളരെ പെട്ടെന്ന് തന്നെ ആ തുരങ്കം വഴി ഹോങ്കോങ്ങിലെത്തി. അവന്റെ ആ വരവൊക്കെ കാണുമ്പോൾ ഗോഡ്സില്ല ആണെങ്കിൽ ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ തമ്മിലുള്ള ഒരു കിടിലൻ ഫൈറ്റ് ആരംഭിക്കുകയാണ്.
അവൻ പലതവണ ഫയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കോങ് ആണെങ്കിൽ അവന്റെ ആ മഴ വെച്ചിട്ട് ആ ഫയറിംഗ് എല്ലാം തടുത്തു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോങ്ങിന് ഗോഡ്സില്ലയുടെ മുമ്പിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഗോഡ്സില്ല പെട്ടെന്ന് ആ മഴ എടുത്ത് അവിടെ നിന്ന് ഒരൊറ്റ ഏറ് കൊടുക്കുന്നു. അത് നേരെ ഒരു ബിൽഡിങ്ങിലേക്കാണ് തറച്ചു കയറുന്നത്. ഇതെല്ലാം കാണുമ്പോൾ കോങ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അത് കാണുന്ന ഗോഡ്സില്ലയും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഈ സമയം ആവുമ്പോഴേക്കും ലെനയും കൂട്ടരും ആ തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ട് ആ ഹീവ് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഈ സമയം കോങ് ആണെങ്കിൽ വീണ്ടും സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അവൻ നേരെ ചെല്ലുന്നത് ആ മഴ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ അത് കയ്യിലെടുക്കുമ്പോഴേക്കും ഗോഡ്സില്ല അവന് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഉയർന്ന് ചാടിയിട്ട് ആ മഴ വെച്ചിട്ട് ആ ഫയറിംഗ് ഒക്കെ തടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത് വെച്ച് ആഞ്ഞൊരു വെട്ടു കൊടുക്കുന്നു. വളരെ പവർഫുൾ ആയിരുന്നു അത്. അതിൽപ്പെട്ട് കോങ് പുറകിലേക്ക് തെറിച്ചു വീഴാണ്. മാത്രമല്ല ഗോഡ്സില്ലയും തെറിച്ചു വീഴുന്നുണ്ട്. ഈ സമയം ആവുമ്പോഴേക്കും ആ മഴുവിന്റെ എനർജി എല്ലാം തീർന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ ആ അപ്പെക്സിലെ സെക്യൂരിറ്റീസ് എല്ലാം മാഡിസനെയും കൂട്ടരെയും കൊണ്ട് നേരെ വാൾട്ടറിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഈ മാഡിസനെ കാണുമ്പോൾ തന്നെ അവൾ ആരുടെ മകളാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല അയാൾ വല്ലാത്ത അഹങ്കാരത്തിലാണ് സംസാരിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഒരാള് കാരണമാണ് ആ ഗോഡ്സിൽ അങ്ങോട്ട് തിരിച്ചു വരാൻ കാരണം, എന്നിട്ടിപ്പോ നിങ്ങൾ അതിനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതെ, ഞാൻ അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഈ ഭൂമിയിൽ അവന്റെ ആധിപത്യമല്ല നടക്കേണ്ടത്. ഇവിടെ ഇനി ആകെ ഒരൊറ്റ ആൽഫ മതി, അതാരാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാണ് മാഡിസൺ. ഈ സമയം തന്നെ ഗോഡ്സില്ലയും കോങ്ങും വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. അവർ തമ്മിൽ പിന്നെയും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ ശക്തമായ ഒരു ഫൈറ്റ് ആയിരുന്നു അത്. പക്ഷെ ഗോഡ്സില്ലയുടെ മുമ്പിൽ കോങ്ങിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഗോഡ്സില്ല ആണെങ്കിൽ കോങ്ങിനെ ശരിക്കും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ശരീരം മൊത്തം അത് മാന്തി പറിക്കുന്നുണ്ട്. കോങ് ആണെങ്കിൽ അനങ്ങാൻ പോലും പറ്റാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ഈ സമയം ഗോഡ്സില്ല അവനെ നോക്കി ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. അത് കാണുന്ന കോങ്ങും വിട്ടുകൊടുക്കുന്നില്ല. അവനും ഗോഡ്സില്ലയെ നോക്കി അലറിക്കൊണ്ട് കിടക്കുകയാണ്. പക്ഷെ അവൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ തോറ്റെന്ന് കാണുമ്പോൾ ഗോഡ്സില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അത് കാണുന്ന കോങ് ആണെങ്കിൽ ഒന്നുകൂടെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ തന്നെ അവൻ താഴേക്ക് വീണു പോവാണ്. ഇനി ഫൈറ്റ് ചെയ്യാനൊന്നും അവനെ കൊണ്ട് സാധിക്കത്തില്ല. ഇതേ സമയം തന്നെ ആ വാൾട്ടറിന്റെ നിർദ്ദേശപ്രകാരം സെറിസോവയാണെങ്കിൽ ആ മെക്ക ഗോഡ്സിലെ ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ ഹോളോ എർത്തിൽ നിന്നുള്ള എനർജി അതിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിപ്പോ അവർ വിചാരിച്ച പോലെയല്ല പ്രവർത്തിക്കുന്നത്. ആ എനർജി അതിനകത്തേക്ക് കയറിയപ്പോ തന്നെ ആ സെറിസോവയുമായിട്ടുള്ള അതിന്റെ കണക്ഷനൊക്കെ കട്ടായിട്ടുണ്ട്. അതിപ്പോ സ്വന്തമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഈ സമയം വാൾട്ടർ ആണെങ്കിൽ മാഡിസണോടും കൂട്ടരോടും ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ മെക്ക ഗോഡ്സില്ല അങ്ങോട്ട് വന്നിട്ട് അയാൾ നിൽക്കുന്ന റൂം മൊത്തം പൊളിച്ചു കളയുന്നത്. അതോടൊപ്പം തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷെ മാഡിസനും കൂട്ടർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഈ സമയം ആ റൂമിനകത്തിരിക്കുന്ന സെറിസോവയുടെ ദേഹത്തേക്കും ഒരു ഷോക്ക് ഏൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട് അയാളും മരിച്ചു പോവാണ്. അങ്ങനെ മെക്ക ഗോഡ്സില്ല ആ സ്ഥലമെല്ലാം പൊളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് അവിടെയുള്ള മുഴുവൻ സ്ഥലങ്ങളും ഫയർ ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഗോഡ്സില്ല അതിനെ കാണുന്നുണ്ട്. അതിനെ കാണുമ്പോൾ അവനും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് വേഗം തന്നെ ആ മെക്ക ഗോഡ്സില്ലയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഈ മെക്ക ഗോഡ്സില്ലയ്ക്ക് ഗോഡ്സില്ലേക്കാൾ ഒരുപാട് പവർ ഉണ്ട്. അവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ബൂസ്റ്റർ വെച്ചിട്ട് അവൻ ഉയർന്ന് ചാടാൻ സാധിക്കും. മാത്രമല്ല അവന്റെ കയ്യിലൊക്കെ ഒരു തരത്തിലുള്ള വെപ്പൺസ് ആണ്. പക്ഷെ ഗോഡ്സില്ലയുടെ ബോഡി ആണെങ്കിൽ നാച്ചുറൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ മെക്ക ഗോഡ്സില്ലയുടെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. മെക്ക ഗോഡ്സില്ല ആണെങ്കിൽ അവനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇതെല്ലാം മാഡിസനും കൂട്ടരും കാണുന്നുണ്ട്. ജോഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെക്ക ഗോഡ്സിലെ തടയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയേ പറ്റൂ. ആ കാര്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ അതിന്റെ കമ്പ്യൂട്ടർ ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ജിയെ ആണെങ്കിൽ കോങ്ങിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. അവൾ അവനെ നോക്കുമ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വേഗം അത് ലെനയുടെ അടുത്തും ലിൻഡിന്റെ അടുത്തും പറയുന്നു. അങ്ങനെ ഹൃദയമിടിപ്പ് കുറയാണെന്നുണ്ടെങ്കിൽ അവൻ എഴുന്നേൽപ്പിക്കാൻ അവന്റെ ഹൃദയം ജം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അത്രയും വലിയൊരു ശരീരത്തിൽ കൊടുക്കാനുള്ള എനർജിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതാണിപ്പോൾ അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയത്താണ് ലിൻഡൻ ഒരു ഐഡിയ തോന്നുന്നത്. ആ ഹീവ് എന്ന് പറയുന്ന അവർ വന്ന ആ വാഹനം ഉണ്ടല്ലോ, അത് വളരെ പവർഫുൾ ആണ്. അതിനെ കോങ്ങിന്റെ ഹൃദയത്തിന്റെ മുകളിൽ വെച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എനർജി അവന്റെ ഹാർട്ടിലേക്ക് കടന്നു പോകും. അതോടൊപ്പം അവന്റെ ഹാർട്ട് ജം സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ആ കാര്യമാണ് ഇനി അവർ ചെയ്യാൻ പോകുന്നത്. അവർ വേഗം തന്നെ ആ ഹീവും എടുത്തിട്ട് നേരെ കോങ്ങിന്റെ ഹൃദയത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ ലിൻഡ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കോങ് ചാടി എഴുന്നേൽക്കാണ്. അങ്ങനെ അവൻ എഴുന്നേറ്റത് കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. ഈ സമയം ജി അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ വിചാരിച്ച പോലെ ഗോഡ്സില്ല നമ്മുടെ ശത്രുവല്ല, അവനൊരു പാവമാണ്. ഇപ്പൊ വേറൊരു ഗോഡ്സില്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവനാണ് നമ്മുടെ ശത്രു. അവൻ നമ്മുടെ ഗോഡ്സില്ലയെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ അവന്റെ പണി തീർക്കണം എന്നൊക്കെയാണ് അവളിപ്പോ കോങ്ങിനോട് പറയുന്നത്. ഈ സമയം കോങ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മെക്ക ഗോഡ്സില്ലയെ ശരിക്കിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന കോങ്ങിന് ദേഷ്യം വരാൻ തുടങ്ങി. അവൻ വേഗം തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. ഈ സമയം മെക്ക ഗോഡ്സില്ലയാണെങ്കിൽ ഗോഡ്സില്ലയെ താഴേക്ക് ഇടിച്ചു വീഴ്ത്തിയിട്ട് അവന്റെ വാ വലിച്ചു തുറക്കാനുള്ള ശ്രമത്തിലാണ്. അതിനകത്തേക്ക് ഫയർ ചെയ്യാനാണ് അവന്റെ പ്ലാൻ. പക്ഷെ അവൻ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോങ് പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് അവന്റെ മേലേക്ക് ചാടി വീഴുന്നു. അതിനുശേഷം അവന്റെ തല പിടിച്ച് തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഫയറിംഗ് ഇപ്പൊ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോങ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഗോഡ്സില്ലയാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ
അങ്ങനെ കോങ്ങും ഗോഡ്സില്ലയും കൂടെ മെക്ക ഗോഡ്സില്ലയെ ശരിക്കിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ രണ്ടുപേരെക്കാളും കൂടുതൽ പവർ മെക്ക ഗോഡ്സില്ലയ്ക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ മെക്ക ഗോഡ്സില്ല പെട്ടെന്ന് തന്നെ കോങ്ങിനെ ഇടിച്ചിടുന്നു. അതിനുശേഷം അവൻ ഗോഡ്സില്ലയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന കോങ് ആണെങ്കിൽ അവന്റെ മഴു എടുത്തുകൊണ്ട് വന്നിട്ട് ആ മെക്ക ഗോഡ്സില്ലയെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മഴുവിന് ഇപ്പൊ ചാർജ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിനിപ്പോൾ അത്രത്തോളം പവർ ഒന്നുമില്ല. മെക്ക ഗോഡ്സില്ല ആണെങ്കിൽ കോങ്ങിനെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അവനെ പിടിച്ചിട്ട് അവന്റെ കയ്യിലെ ആയുധം വെച്ചിട്ട് കോങ്ങിനെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. കോങ് ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ആ ആയുധം തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയവും മാഡിസനും കൂട്ടരും ആ കമ്പ്യൂട്ടർ ഓഫാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഈ സമയത്താണ് ജോഷിന് ഒരു ഐഡിയ തോന്നുന്നത്. ബെർണിയുടെ അടുത്ത് ഒരു ചെറിയ കുപ്പി മദ്യമുണ്ട്. അവൻ വേഗം തന്നെ അതിൽ ആൽക്കഹോൾ എടുത്തിട്ട് ആ കമ്പ്യൂട്ടറിലേക്ക് ഒഴിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ മൊത്തം ഷോർട്ട് സർക്യൂട്ട് ആവാൻ തുടങ്ങി. അങ്ങനെ ആ കമ്പ്യൂട്ടർ അടിച്ചു പോകുമ്പോൾ മെക്ക ഗോഡ്സില്ലയുടെ എഞ്ചിനൊക്കെ പതുക്കെ ഓഫായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗോഡ്സില്ല എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ ശക്തിയായി കോങ്ങിന്റെ കയ്യിലുള്ള മഴുവിലേക്ക് അവന്റെ എനർജി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു അവസരത്തിനായിരുന്നു കോങ് ഇതുവരെ കാത്തിരുന്നത്. ആ എനർജി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ അവൻ മൊത്തത്തിൽ ചാർജായി. അവൻ വളരെ ശക്തിയായിട്ട് ആ മെക്ക ഗോഡ്സില്ലയുടെ ഓരോ ശരീരഭാഗങ്ങളും ആ മഴു വെച്ച് വെട്ടാൻ തുടങ്ങി. അങ്ങനെ കുറെ വെട്ടി അവന്റെ ശരീരഭാഗങ്ങളെല്ലാം വലിച്ചു പറിച്ച് ദൂരേക്ക് എറിയുന്നു. അതിനുശേഷം അവന്റെ തലയും പറിച്ചെടുത്തിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു ഗംഭീര സീനാണിത്. ഇതൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാൾക്കുണ്ടല്ലോ, രോമാഞ്ചമായിരിക്കും, രോമാഞ്ചം. അങ്ങനെ ആ സാഹസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കോങ് ശരിക്കും തളർന്നിട്ടുണ്ട്. അവൻ വേഗം തന്നെ താഴേക്ക് ചെന്നിരിക്കുന്നു. ഈ സമയത്താണ് ഗോഡ്സില്ല വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ കോങ്ങിന് ഒരു ടെൻഷൻ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ആ മഴു എടുത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പക്ഷെ ഗോഡ്സില്ല അവൻ ആക്രമിക്കാനുള്ള ശ്രമത്തിലൊന്നുമല്ല. അത് മനസ്സിലാക്കുമ്പോൾ കോങ് ആണെങ്കിൽ ആ മഴു താഴേക്കിടുകയും ചെയ്യുന്നു. ഈ സമയം ഗോഡ്സില്ല അവനെ നോക്കി അലറാൻ തുടങ്ങി. അതൊരു പക്ഷേ അവനോട് നന്ദി പറയുന്നതായിരിക്കും. അങ്ങനെ ഒന്നുകൂടെ അവനെ നോക്കിയതിനു ശേഷം ഗോഡ്സില്ല വേഗം തന്നെ കടലിലേക്ക് പോവാണ്. അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാണ് കോങ്. അങ്ങനെ ഗോഡ്സില്ല വളരെ വേഗത്തിൽ തന്നെ കടലിലേക്ക് ഓളിയിട്ട് പോകുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. മൊണാർക്ക് ഇപ്പോൾ ഹോളോ എർത്തിൽ ഒരു ഔട്ട് പോസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് അവരിപ്പോ കോങ്ങിനെ നിരീക്ഷിക്കുന്നത്. ഈ സമയം ലെനയും കൂട്ടരും അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ജിയെ ആണെങ്കിൽ കോങ്ങിന്റെ അടുത്ത് നിൽക്കാണ്. അവളെ കാണുമ്പോൾ അവൻ അവന്റെ സ്വന്തം വീട്ടിലെത്തിച്ചതിന് അവൻ അവളോട് നന്ദി പറയുന്നു. അതിനുശേഷം വേഗം തന്നെ അവന്റെ സാമ്രാജ്യത്തിലേക്ക് പോവാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു മൂവിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.